ആലപ്പുഴ കായംകുളത്ത് തെരുവുനായ ആക്രമണം 10ഓളം പേർക്ക് പരിക്കുണ്ട്. കായംകുളം മത്സ്യമാർക്കറ്റിനോട് ചേർന്നായിരുന്നു ആക്രമണം നടന്നത്. ദൃശ്യങ്ങൾ കാണാം. അശ്വിൻ പാലാഴി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഈ ആലപ്പുഴയിലെ ഈ മാർക്കറ്റിന് സമീപം അവിടെ സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തെരുവുനായ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ 10 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണല്ലോ വിവരം. എന്താണ് സംഭവിച്ചത്? നമുക്കൊരു ചെറിയ പ്രതികരണം വരുന്നുണ്ട്, അതുകൂടി കേട്ട ശേഷം അശ്വിനിലേക്ക് പോകാം. എവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്? എവിടെ സ്ഥലം? എവിടെ? വിട്ടോപാട്. അവിടെ വീട്ടിൽ വന്ന് കടിക്കായിരുന്നു. അശ്വിൻ പറയൂ. അശ്വിൻ പാലാഴിയുണ്ട് നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ പറയൂ. എനിക്കൊന്ന് സാങ്കേതിക പ്രശ്നമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴ മാർക്കറ്റിൽ അവിടെ കായംകുളത്ത് തെരുവുനായ ആക്രമണം ഉണ്ടായതാണ്. 10ഓളം പേർക്ക് പരിക്കുണ്ട്. കായംകുളത്തെ ഈ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നാണ് ഈ ആക്രമണം, തെരുവുനായ ആക്രമണം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എവിടെയാണ് സംഭവിച്ചതെന്ന ഒരു പ്രതികരണവും കണ്ടു. മറ്റു വാർത്തകളിലേക്ക്. അശ്വിൻ പാലാഴിയുണ്ട് ടെലിഫോണിൽ. അശ്വിൻ പറയൂ. രാവിലെ 8:30യോടുകൂടിയാണ് കായംകുളത്തെ മത്സ്യ മാർക്കറ്റിന് സമീപത്ത് ഈ തെരുവുനായുടെ ആക്രമണം ഉണ്ടാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് മാർക്കറ്റിലേക്ക് ഇരുചക്ര വാഹനത്തിൽ എത്തുന്ന ഒരാളെ ഈ തെരുവുനായ ബൈക്കിന് പിന്നാലെ പോയി ആക്രമിക്കുന്നതാണ്. അവിടെ നിന്ന് ഓടിപ്പോയ നായ ഈ സമീപത്ത് വീടുകളിലടക്കം ഉണ്ടായിരുന്ന ആളുകളെ ആക്രമിച്ചിട്ടുണ്ട്. വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു പ്രായമായ സ്ത്രീയെ രൂക്ഷമായ രീതിയിൽ ആ തെരുവുനായ കടിച്ചിരുന്നു. അവരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് മത്സ്യ മാർക്കറ്റിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ ഏറെ നാളുകളായി ഇങ്ങനെ തെരുവുനായുടെ ശല്യമുണ്ട് എന്ന് നാട്ടുകാരുടെ പരാതിയുണ്ട്. പരാതി ഈ കാലം അത്രയും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ മത്സ്യ മാർക്കറ്റിലെ മാലിന്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ തെരുവുനായകൾ കൂടുതലായി എത്തുന്നുണ്ട് എന്നുള്ള പരാതി പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമാണ്. എന്തായാലും 15 പേർക്കാണ് ഇന്ന് കായംകുളത്ത് തെരുവുനായയുടെ ഈ ആക്രമണമേറ്റത്. ഒപ്പം കടിയേൽക്കാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ ആളുകളുമുണ്ട്. എന്തായാലും ഈ 15 പേരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല. ഈ കടിച്ച തെരുവുനായെ കണ്ടെത്താനുമായിട്ടില്ല. GK അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.